അഹമ്മദ് മാഷേ, ഞാൻ ആലോചിക്കുകയാണേ, നമ്മുടെ പിണറായി വിജയൻ എന്ത് ചെയ്യും? സംഭവം മനസ്സിലായോ? പിണറായി വിജയൻ്റെ വലിയൊരു പ്രഖ്യാപനമുണ്ട്. കേരളത്തിലെ മുസ്ലിം സഹോദരങ്ങളോട് പറഞ്ഞാണ്, എന്തൊക്കെ സംഭവിച്ചാലും ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമായ CAA പൗരത്വ ഭേദഗതി ബില്ല് കേരളത്തിൽ നടപ്പാക്കില്ല. പിണറായി പറഞ്ഞു. അതെ. നമ്മുടെ അതിനുശേഷം മമതാ ബാനർജി പറഞ്ഞു, സ്റ്റാലിനും പറഞ്ഞു. ഇന്നലെ മമതയുടെ ബംഗാളിൽ പൗരത്വ ഭേദഗതി നിയമപ്രകാരം പാകിസ്ഥാനിൽ നിന്ന് വന്ന ഹിന്ദുക്കളടക്കമുള്ളവർക്ക് പൗരത്വം കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ മമതയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കെജ്രിവാളിന് ഡൽഹിയിലും കൊടുത്തു നേരത്തെ. ഡൽഹി പോട്ടെ, കെജ്രിവാൾ കൊടുക്കില്ല എന്ന് പറഞ്ഞില്ല. കൊടുക്കില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞതിനൊപ്പം ഒരു കാരണവശാലും ബംഗാളിൽ നടപ്പാക്കില്ല എന്നായിരുന്നു മമതയുടെ വീരസ്യം. അവിടെ കൊടുത്തു. തീർച്ചയായിട്ടും എന്താണ്? രണ്ട് പാഠമുണ്ട്. അതുകൊണ്ട് ഒന്ന്, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പിണറായി വിജയനായാലും മമതയായാലും സ്റ്റാലിനായാലും എത്ര തന്നെ ശക്തന്മാരായാലും ഒരു രാജ്യത്തിൻ്റെ മൗലികമായ നിയമങ്ങളെ, ഭരണഘടനയെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അത് ആൾക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് തോന്നിയതുപോലെ വിളിച്ചു പറയാൻ പറ്റിയതല്ല എന്ന് അവർക്ക് പഠിക്കാൻ നന്ന്. ഒരു കാരണവശാലും അല്ല, ആളുകളെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി വിളിച്ചു പറയുന്നതാണ്. അത് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഇന്നിപ്പോൾ സാറ് ചോദിച്ച ചോദ്യം എല്ലാ മനുഷ്യരും ചോദിക്കുന്നുണ്ടാവുമല്ലോ, എല്ലാ ഇന്ത്യക്കാരും ചോദിക്കുന്നുണ്ടാവും, എല്ലാ മലയാളിയും ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ രാജ്യം പാസ്സാക്കിയ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കി, അതിൻ്റെ ഇരു സഭകളും പാസ്സാക്കി, പ്രസിഡന്റ് ഒപ്പുവെച്ചു, റൂൾസും വന്നു കഴിഞ്ഞാൽ നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ് ഏത് ഗവൺമെൻറ്റും. ഏത് സ്റ്റേറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടവരായാലും അല്ലെങ്കിലും ആരാണോ പാർലമെൻറ്റിൽ നിയമം ഉണ്ടാക്കുന്നത്, ആരുണ്ടാക്കിയാലും അത് നടപ്പാക്കാൻ എല്ലാ സ്റ്റേറ്റുകളും ബാധ്യസ്ഥ. അതിനൊരു മറുവശം കൂടിയില്ലേ? കാരണം പൗരത്വം കൊടുക്കുക എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ വിഷയമല്ല. ഇവർ നടപ്പാക്കേണ്ട കാര്യമില്ല. നടപ്പാക്കുന്ന കേന്ദ്രമാണ്. പൗരത്വം എക്സ്ക്ലൂസീവ്ലി സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് കേന്ദ്രം കൊടുക്കുന്നതാണ്. സംസ്ഥാനത്തിന് ഒരു റോളും ഇല്ല. ഇതിനിപ്പോൾ ഒരു എംപവേർഡ് കമ്മിറ്റി ഉണ്ടാക്കി, ആ കമ്മിറ്റിയാണ് പൗരത്വം കൊടുക്കുന്നത് ഓരോ സ്റ്റേറ്റിൽ നിന്നും. കേരളത്തിൽ മിക്കവാറും ഈ അതിർത്തിയിൽ നിന്ന് വന്ന് ഇവിടെ അഭയാർത്ഥികളെ താമസിക്കുന്നവർ കേരളത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ കേരളത്തിൽ ഇത് ബാധകമേ അല്ലാത്ത സാധനമാണ് ഇവിടെ നടപ്പാക്കില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനൊരു എംപവേർഡ് കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിയിൽ ജില്ലാ കളക്ടറോ മറ്റാണ് അധ്യക്ഷൻ ജില്ലാതലത്തിൽ. പക്ഷേ അവിടെ കളക്ടർ പങ്കെടുക്കുന്ന ജില്ലാ കളക്ടർ എന്ന നിലയിലല്ല, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉദ്യോഗസ്ഥർ എന്ന നിലയിലാണ് ഒന്നത്. പിന്നെയുള്ള മറ്റംഗങ്ങൾ, എംപവേർഡ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു പ്രതിനിധിയുണ്ട്, അദ്ദേഹം സ്പെഷ്യൽ ഇൻവൈറ്റി ആയിട്ട് ഒരാളുണ്ടാവും. 7 പേരോ മറ്റോ ഉള്ള കമ്മിറ്റിയിൽ ഒരാൾ, എംപവേർഡ് കമ്മിറ്റിയിൽ ഒരാളാണ് സംസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായി ഉണ്ടാവുക. അയാളാവട്ടെ ക്ഷണിതാവിൻ്റെ അവകാശമുള്ളൂ. അതെ. അവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാം. അതെ. അതൊക്കെ തന്നെ, ഇതൊക്കെ കറക്റ്റാണ്. പക്ഷേ സാർ ഈ പറഞ്ഞതൊക്കെ തന്നെയും ഈ നിയമം ബാധകമാകുന്ന ഇഷ്യൂസ്, പ്രശ്നാധിഷ്ഠിത അപേക്ഷകൾ വരുമ്പോൾ മാത്രമേ ഈ എംപവർ കമ്മിറ്റിക്ക് റോളുള്ളൂ. ഇപ്പോൾ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് ഓരോ സ്റ്റേറ്റ് തലത്തിലും ജില്ലാ തലത്തിലും ഇതിന് ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ആ ജില്ലയുടെ കമ്മിറ്റികളുണ്ടായി. കമ്മിറ്റികൾ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഇത്തരം ഇഷ്യൂസ്, ഇപ്പോൾ ഉദാഹരണം പൗരത്വം ഇല്ലാത്ത ഒരാൾ പൗരത്വത്തിന് അപേക്ഷിക്കുന്നു. അതേസമയത്ത് ഇതിൻ്റെ നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥന്മാർക്ക് നേരിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ്. 2 വകുപ്പിനെയാണ് ചാർജ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് സെൻസസ് ഡിപ്പാർട്ട്മെൻറ്റിനാണ്. ഒരു കാരണവശാലും കേരള സർക്കാരിനോ ഒരു സ്റ്റേറ്റിനോ ഒരു റോളും അതിനകത്തില്ല. 2 കമ്പിത്തപാൽ വകുപ്പാണ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്, കാരണം സത്യത്തിൽ താരതമ്യേന സെൻസസ് ഇല്ലാത്ത കാലത്ത് പണിയില്ലാത്ത വകുപ്പാണ് സെൻസസ്, അവർക്ക് കൊടുക്കാൻ പറ്റും. തപാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ തപാൽ എന്ന പണിയില്ല, മറ്റു ചില പണികൾ ചെയ്ത് വേറെ തരത്തിൽ മണി ട്രാൻസ്ഫറൊക്കെ ആയിട്ട് പോവുകയാണ് അവർ. അപ്പോൾ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റുകളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. 2ഉം കേരളത്തിന് യാതൊരു റോളും ഇല്ല. പിന്നെ ഈ സാറി പറഞ്ഞ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി പോലെ ജില്ലാ കലക്ടർ അധ്യക്ഷനായ അതിൻ്റെ ഒരു കടലാസ് കമ്മിറ്റി, അല്ലെങ്കിൽ ഇഷ്യൂസ് വന്നാൽ ചർച്ച, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഉണ്ടാവും, ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു ടൈം ഫ്രീക്വൻ്റ്ലി ഇവർക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം ഈ കമ്മിറ്റിക്ക്. അത്രയും അതിനകത്ത് റോളുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വാർത്തയിൽ നിന്ന് സാറ് ചോദിച്ചൊരു ചോദ്യം വളരെ പ്രധാനമാണ്. എന്തിനായിരുന്നു ഈ ആൾക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് ശരിയല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? അതായത് ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത് PK ശ്രീമതിയുടെ ഒരു പ്രസംഗമാണ്. പാവപ്പെട്ട കുറച്ച് മുസ്ലിം സ്ത്രീകൾ മലബാറിൽ എവിടെയോ ഷൂട്ട് ചെയ്താണ് ഇരിക്കുന്നു. അവരുടെ അടുത്ത് നിന്നിട്ട് പറയാണ്, നിങ്ങളെയൊക്കെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കും, പക്ഷേ ഞങ്ങൾ ജീവനുള്ള കാലത്തോളം സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരുടെ ഉള്ളിലേക്ക് ഇവർ കോരിയിട്ട തീയുണ്ടല്ലോ. ആ സത്യത്തിൽ പറ്റിക്കലാണ്, ചൂഷണമാണ് സാറേ. നുണ പറയേണ്ട കാര്യം എന്താണ്? ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് പറയുക. വന്നാലോ ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഭീഷണി കോത്താമ്പി വരാനുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ വന്നു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ചെയ്യാനില്ല എന്ന് പറയാം. വന്നാൽ അത് അതിൻ്റെ വഴിക്ക് പോകും.
എന്നിട്ടും അറിഞ്ഞുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് അത് ബോധ്യപ്പെടാൻ നല്ലതാണ്. ഇവിടെയുള്ള ആരുടെയും പൗരത്വം കളയാനുള്ള നിയമമല്ല എന്ന് അറിഞ്ഞിരിക്കെ തന്നെ നിങ്ങളെയൊക്കെ പാകിസ്ഥാനിൽ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും പറയുന്നു നിയമസഭയിലാണ് മുഖ്യമന്ത്രി പറയുന്നത് പാർലമെന്റ് പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പിട്ട നിയമം എന്തായാലും കേരളത്തിൽ നടപ്പാക്കില്ല. ഒന്നെങ്കിൽ പിണറായി കള്ളം പറയുന്നു, അല്ലെങ്കിൽ പിണറായിക്ക് അറിയാം ഇതിവിടെ നടപ്പാക്കാനുള്ള നിയമമല്ല. അറിഞ്ഞുകൊണ്ട് പറഞ്ഞായിരിക്കും. അതൊക്കെ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ആളുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് മുമ്പിലിരിക്കുന്ന ആളുകളൊന്നും ഇതൊന്നും നാളെ അല്ല. മുസ്ലിം സഹോദരങ്ങൾ വിഡ്ഢികളും വിവരവും ഇല്ലാത്തവരല്ല പിണറായി കരുതുന്നത്. അല്ല സാറേ, തെറ്റിദ്ധാരണയാണ് അതൊക്കെ. മുസ്ലിം കമ്മ്യൂണിറ്റി ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടാവും ഇപ്പോഴും. അതും മനസ്സിലാക്കി തന്നെ ആയിരിക്കും അവർ പെരുമാറുക. പിന്നെ അതാത് സമയത്ത് ഈ വല്ല ആനുകൂല്യങ്ങളോ ഈ മാതിരി തട്ടിപ്പിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെയും വോട്ട് പൊളിറ്റിക്സിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് വല്ലതും കിട്ടുന്നെങ്കിൽ വാങ്ങിയിട്ട് അവർ പോകും. അല്ലാതെ പക്ഷേ ഈ പിണറായി ഈ പ്രസംഗമൊക്കെ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണ്ടോടാ കേരളമാടാ പിണറായിക്ക് അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പിന്തുണ പ്രഖ്യാപിച്ച സഖാക്കളെ ഓർക്കുമ്പോൾ എനിക്ക് സഹതപിക്കാൻ പോലും തോന്നുന്നില്ല. അവർക്ക് പുതിയ ക്യാപ്സ്യൂൾ എന്താ വരിക നമുക്ക് നോക്കിയിരിക്കാം. അതിനിടയിൽ ഈ ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഈ വാർത്തകൾ കാണുമ്പോൾ നമ്മൾ നിരന്തരമായി ഡൽഹിയിലായിരുന്നപ്പോൾ സാറ് പറഞ്ഞു അവർ കെജ്രിവാൾ അങ്ങനെ അഡമൻ്റായിട്ട് എതിർത്തിട്ടില്ല. കെജ്രിവാൾ ഏതാണ്ട് അനുകൂലിക്കുമായിരുന്നു. മാത്രമല്ല അദ്ദേഹം വസ്തുതകൾ അറിയുന്നത്. കാരണം ദില്ലിയിൽ അദ്ദേഹത്തിന് അറിയാം. ദില്ലിയിൽ ആയിരക്കണക്കിന് കാശ്മീരി പണ്ഡിറ്റുകളൊക്കെ അഭയാർത്ഥികളായി അറിയാമായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് വന്ന ഹിന്ദുക്കൾ എഴുതുന്നുണ്ട്. അതെ, ഇപ്പൊ മമത പറഞ്ഞാലും സ്റ്റാലിൻ പറഞ്ഞാലും ഇപ്പോൾ ഇത് നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ജനങ്ങൾ നേർക്കുനേരെ ചോദിക്കുന്നുണ്ട്. അത് വളരെ സൈലന്റ് ആയ ഒരു ചോദ്യമാണ്. ആ ചോദ്യം പ്രിയപ്പെട്ട സഖാവേ, അല്ല ഇത് വന്നാലും ഇത്രയല്ലേ ഉള്ളൂ? അതെ, എന്തിനാണ് ഇങ്ങനെ? ബംഗാളിൽ ആകാശം ഇടിഞ്ഞ് വീണിട്ടില്ല. അതെ, ഞാൻ പറഞ്ഞ അതിർത്തി സംസ്ഥാനങ്ങളിൽ ഇത്തരം അപേക്ഷകരുണ്ട്, അപ്രൂവലിന് വേണ്ടി കത്തുകെട്ടി കിടക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും അതിൽ ഈ നിയമപ്രകാരം കിട്ടുന്നവരുണ്ടാകും. കിട്ടാത്തവരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള വകുപ്പുകളും ഉണ്ട്. അതാണല്ലോ അപ്പോൾ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് നിയമപ്രകാരം ഇവിടെ കിട്ടാവുന്നവർക്ക് ഇതാ കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത്രയൊക്കെ അല്ലേ ഈ നിയമത്തെക്കുറിച്ച് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്ത് പറഞ്ഞിട്ടാണ് ഞങ്ങളെ പേടിപ്പിച്ചത്? എന്തിനായിരുന്നു പേടിപ്പിച്ചതെന്നൊരു ചോദ്യമുണ്ട്. രണ്ട്, ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ രക്ഷിക്കും എന്ന് പറഞ്ഞ ആളെവിടെ? അല്ല, രക്ഷിക്കാൻ ആപത്തൊന്നും വരുന്നില്ലല്ലോ. ഈ രണ്ട് ചോദ്യങ്ങൾ വളരെ പ്രധാനമാണ്. അല്ല സാർ, മാഷിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മാഷ് മലബാറിൽ നിന്ന് വരുന്ന ആളാണ്. മലബാറിലെ സാധാരണ മുസ്ലിങ്ങൾക്ക് ഈ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഇപ്പോൾ ആശങ്കകളുണ്ടോ? അവരെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞേക്കും എന്ന് അവർ വിശ്വസിക്കുന്നുണ്ടോ? അത് സത്യത്തിലെ ഈ ആശങ്ക മലബാറിൽ പൊതുവെ എല്ലാ സംഘടനകളും, ഇടതുപക്ഷ സംഘടനകൾ പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകൾ പൊതുവെ പങ്കിട്ടിരുന്നു. അത് ആദ്യഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് കേട്ട കുറേ വിവരങ്ങൾ വെച്ചിട്ടാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ നിയമത്തിൻ്റെ ഈ ഇംപ്ലിമെൻറ്റേഷൻ്റെ രണ്ടാം ഘട്ടത്തിൽ വരാനിരിക്കുന്ന ഒരു സംഗതിയെ ചൊല്ലിയാണത്. അത് CAA അല്ല, നാഷണൽ സിറ്റിസൺഷിപ്പ് രജിസ്റ്ററാണ്, NCR. അത് വരുമ്പോൾ 90 വയസ്സുള്ള ആളും അയാളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും എന്നൊക്കെ തുടങ്ങിയ പ്രചാരവേലകളാണ്. അപ്പൊ അങ്ങനെയുണ്ട്. അത് പറഞ്ഞാൽ പോരെ? CAA-ക്കെതിരെ ഇത്രയും വലിയ ഡൽഹിയിൽ നമ്മൾ കണ്ടതല്ലേ, കുടിൽകെട്ടി സമരം, എത്ര കാലം, ഒരുപാട് സമരം, എന്തെല്ലാം അക്രമം. മാത്രമല്ല അന്ന് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളാണ് സമരം നയിച്ചിരുന്നത്. ആ സമരത്തിന് വലിയ തോതിലുള്ള പിന്തുണയാണ് ഇടതുപക്ഷം നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോൾ മറുപടി പറയേണ്ടത്, ഇപ്പോൾ സിറ്റിസൺഷിപ്പ് ആവശ്യമുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈ നിയമപ്രകാരം. അങ്ങനെയാണെങ്കിൽ ഇനി NCR എന്ന ഒന്ന് ഈ നിയമത്തിൻ്റെ ഭാഗമായി വരുമോ, അതോ NCR-ന് വേറെ റൂൾസ് വരാനുണ്ടോ? അങ്ങനെ ചില കാര്യങ്ങളേ ഉള്ളൂ. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചേ അല്ല അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. മലബാറിൽ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവനും NCR എന്ന് പറയുന്ന ഒരു സാധനം വരാനുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ CAA വിരുദ്ധ സമരം എന്നാണ് എന്നാണ് പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത് NCR. ഞാൻ എന്നെ വിളിച്ചിരുന്ന ചില യോഗങ്ങളിലൊക്കെ NCR ആണെങ്കിൽ NCR-ൻ്റെ ക്ലാരിറ്റിയാണ് ആവശ്യപ്പെടേണ്ടത്. NCR-ന് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ജനിച്ചാൽ സെൻസസ് അനുസരിച്ച് തന്നെ 10 വർഷത്തിലൊരിക്കൽ സെൻസസ് നടക്കുമ്പോൾ പ്രായപൂർത്തിയായ എല്ലാവരും സ്വമേധയാ പൗരന്മാരായിട്ട് വരും, നാച്ചുറൽ സിറ്റിസൻസ് ആയിട്ട് മാറുമല്ലോ. അതിന് പകരം NCR വന്നു കഴിഞ്ഞാൽ നമ്മൾ വോട്ടിന് അപേക്ഷിക്കുന്നത് പോലെ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കണമെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ചേർന്നോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് വോട്ടുണ്ടാവില്ല. നമ്മൾ ഓരോരോ തെരഞ്ഞെടുപ്പിലും സർക്കാർ ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്ന മുറക്ക് പുതുക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ NCR എന്ന് പറയുന്നത് NRC, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺഷിപ്പ് വരികയാണ്. എനിക്ക് പൗരനാകണോ, അതിൻ്റെ സമയത്ത് ഗവൺമെൻറ് നിശ്ചയിക്കുന്ന പീരിയോഡിസിറ്റിക്ക് ഞാൻ പുതുക്കണം. അല്ല, NRC വന്നാലും ഉള്ള പ്രശ്നം, NRC എന്ന ഒരു രാജ്യത്തെ പൗരന്മാരുടെ രജിസ്റ്റർ, സിറ്റിസൺ രജിസ്ട്രേഷൻ
എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ആവശ്യമാണ്. നമ്മുടെ രാജ്യത്ത് എത്ര പൗരന്മാരുണ്ട്, സെൻസസിന്റെ ഭാഗമായി സ്വമേധയാ സംഭവിക്കേണ്ട ഒരു കാര്യം. പൗരത്വ രജിസ്റ്റർ എന്ന് പറഞ്ഞ സാധനം വേണം. നമ്മളൊരു നാട്ടിൻപുറത്തെ ക്ലബ്ബിലാണെങ്കിലും ഒരു വായനശാലയിലാണെങ്കിലും അവിടെ എത്ര പുസ്തകങ്ങളൊന്നും രജിസ്റ്റർ ഉണ്ടാക്കും. ഒരു നാട്ടിൽ എത്ര ജനങ്ങളുണ്ട്, ഇത് രജിസ്റ്റർ അത്യന്താപേക്ഷിതമാണ്. കൃത്യമാണ് ഒരു രാജ്യത്തിന്റെ ഓരോ ഉറുമ്പിന്റെയും കണക്ക്. പിന്നെ പൗരത്വം എന്ന് പറയുന്നത് നിയമപ്രകാരം ബൈ ബർത്ത് കിട്ടും ഏത് രാജ്യത്ത്. ഇപ്പോൾ നമ്മുടെ ഒരു ദമ്പതികൾ അമേരിക്കയിൽ പോയി, അമേരിക്കയിൽ വെച്ച് പ്രസവിച്ചാൽ ആ കുട്ടി അമേരിക്കൻ പൗരനാണ്, ബൈ ബർത്ത് കിട്ടും. എല്ലാ രാജ്യത്തും ബൈ ബർത്ത് സിറ്റിസൺഷിപ്പ് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദേശത്ത് ഉള്ള പൗരന്മാർ, രണ്ട് സായിപ്പും മദാമയും ഇവിടെ വന്ന് ഇന്ത്യയിൽ ആ കുഞ്ഞ് ജനിച്ചാൽ സ്വമേധയാ ഇന്ത്യൻ പൗരത്വം കിട്ടും. അതാണ് നമ്മുടെ പൗരത്വത്തിനുള്ള അടിസ്ഥാന വ്യവസ്ഥ. അപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ജനിച്ച ഒരാൾക്കും പൗരത്വത്തിന്റെ വിഷയം അതാണ് ഉദിക്കുന്നില്ല. അതെ, അതായിരുന്നു ഒരു വലിയ ആശങ്ക. ആ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഉണ്ടെങ്കിൽ ക്ലാരിറ്റി ആവശ്യമുണ്ട് അതിന്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോട്ടർ പട്ടിക പുതുക്കുന്നത് പോലെ ഈ നിയമം ബാധകമാകുന്ന ദിവസം മുതൽ, ഇപ്പോൾ കേരളത്തിൽ നടപ്പാക്കുകയാണെങ്കിൽ ആ കാലം മുതൽ ഇവിടുത്തെ പൗരന്മാരുടെ പട്ടിക പുതുക്കാൻ അപേക്ഷിക്കേണ്ടി വരുമ്പോൾ നമ്മൾ രേഖകൾ കൊടുക്കേണ്ടി വരും. രേഖകൾ കൊടുക്കേണ്ടി വരുമ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ് എന്ന പ്രചാരണം നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ക്ലാരിറ്റി അതിൽ ആവശ്യമുണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ് വേണ്ടി വരുന്നത് 90 വയസ്സായ മറിയൂന് മാത്രമായിരിക്കത്തില്ല, 90 വയസ്സുള്ള രാജമ്മയ്ക്ക് എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവർക്കും. അപ്പൊ പിന്നെ മുസ്ലിങ്ങളെ നാട് കടത്താനാണെന്ന് പറയുന്നത് എന്ത് യുക്തിയാണ്? ഞാൻ അതന്നെ കൗണ്ടർ ചെയ്ത സാധനമാണ്. ഇത് വരുന്നത് മുസ്ലിങ്ങൾക്കെതിരൊന്നുമല്ല, ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം അതിനകത്തുണ്ട് സാറേ. ഒന്നാമത് ഈ നമ്മുടെ നാട്ടിൽ ജനന മരണ രജിസ്ട്രേഷൻ തുടങ്ങിയത് പോലും എൻ്റെ ഓർമ്മ 69 തൊട്ടോ മറ്റോ ആണ്. അതിന് മുമ്പുള്ള ഒരു കടലാസും കിട്ടാണ്ടാവില്ല. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ NRC വന്നോട്ടെ, പൗരത്വത്തിന് ഒരു പുതിയ റെക്കോർഡ് ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ നമ്പർ എത്രയാണ് എല്ലാം വളരെ നല്ല. എവിടെ പോയാലും ഏത് പൗരൻ്റെ സിറ്റിസൺഷിപ്പ്, ഞാനിപ്പോൾ അമേരിക്കയിൽ പോയിട്ട് എൻ്റെ നമ്പർ, എൻ്റെ സിറ്റിസൺ നമ്പർ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ അത് ഒറിജിനലാണോ അല്ല എന്ന് വെരിഫൈ ചെയ്യാൻ ഓൺലൈനിൽ വളരെ നല്ലതാണ്. പക്ഷേ അതിൽ ചെയ്യേണ്ടി വരികയാണ് പ്രായോഗികമായ ഡോക്യുമെൻറ്റ്സേ ആവശ്യപ്പെടാവൂ, സാധ്യമായത്. തീർച്ചയായും അങ്ങനെ ആയിരിക്കും. അങ്ങനെ ആവാൻ പാടുന്നതിന് മുമ്പ് ഉണ്ടാക്കി രാജ്യം കത്തിക്കാൻ നടന്നു. ഡൽഹിയിൽ കലാപം ഉണ്ടായത് അങ്ങനെയല്ലേ? അൺടൈംലി ആയിരുന്നു സത്യത്തിൽ. അത് മാത്രമല്ല, അത് വേണ്ടത്ര ക്ലാരിറ്റിയോടെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. NRC എന്ന് പറയുന്നൊരു സാധനം ഇപ്പോഴും വന്നിട്ടില്ല. CAA ആണ് വന്നത്. CAA വരുന്നത് സാറ് പറഞ്ഞ പോലെ ഇവിടെ അന്യ സംസ്ഥാനത്ത് നിന്ന് 2014 മുമ്പ് വന്ന് ഇവിടെ താമസിക്കുന്ന മനുഷ്യർക്ക് പൗരത്വം ഇപ്പോഴും കിട്ടാത്ത മനുഷ്യരുടെ കാര്യത്തിൽ തീർപ്പാക്കാനാണ്. ഒന്നുകിൽ കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കൂല. ആർക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും BJP ഗവൺമെൻറ് ഭരിക്കുമ്പോൾ അവരുടെ പോളിസി അനുസരിച്ച് 3 രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരിൽ ഇന്നവർക്കൊക്കെ കൊടുക്കുകയുള്ളൂ, അല്ലാത്തവർക്ക് കൊടുക്കൂല. അതൊരു ഗവൺമെൻറ് പോളിസിയാണ്. അതിനെ മറികടക്കാൻ ഒന്നുകിൽ 2 വഴിയേ ഉള്ളൂ. ആ ഗവൺമെൻറ് നിലനിൽക്കുന്ന കാലത്തോളം, ആ ഗവൺമെൻറ് പോളിസി നിലനിൽക്കുന്ന കാലത്തോളം അംഗീകരിക്കുക, അല്ലെങ്കിൽ ഗവൺമെൻറ് മാറ്റുക. അല്ലെങ്കിൽ ഗവൺമെൻറ് മാറ്റുക. അത് ജനാധിപത്യ മാർഗ്ഗം. അതാണ് തെരഞ്ഞെടുപ്പിലൂടെ ഗവൺമെൻറ്റിനെ മാറ്റിയിട്ട് ഈ ലോകത്തുള്ള എല്ലാവർക്കും പൗരത്വം കൊടുക്കാവുന്ന സർക്കാർ വരുമ്പോൾ ചെയ്തോട്ടെ, അപ്പോൾ അവർക്ക് കിട്ടുമായിരിക്കും. ആ സമയത്ത് വന്നോട്ടെ. അല്ലാതെ അപ്പോൾ മറ്റ് ഗവൺമെൻറ്റുകളുമായിട്ട് പൗരന്മാരെ എക്സ്ചേഞ്ച് ചെയ്യേണ്ട ന്യായമായ മര്യാദകൾ അന്താരാഷ്ട്ര. മാത്രമല്ല, മറ്റൊന്നുകൂടിയുണ്ട്. പൗരത്വ ഭേദഗതി നിയമം, ആർട്ടിക്കിൾ 370 ഒഴിവാക്കൽ, യൂണിഫോം സിവിൽ കോഡ്, ഇതെല്ലാം രഹസ്യമായി കൊണ്ടുവന്നതല്ല. ഈ മുന്നണി, ഈ പാർട്ടി, ഈ പ്രധാനമന്ത്രി അവരുടെ മാനിഫെസ്റ്റോയിൽ പരസ്യമായി പറഞ്ഞുകൊണ്ടുവന്നതാണ്. ആ മാനിഫെസ്റ്റോയ്ക്ക് ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരം കൊടുക്കുമ്പോൾ അവർ നടപ്പാക്കും. അല്ല, ഇതിലിപ്പോൾ ഒന്നാമത് ഇപ്പോൾ ഈ സാറ് ഈ പറഞ്ഞ പട്ടികയിൽ പെട്ടതൊന്നും ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ 370 വകുപ്പ് വന്നു, 1-2 കൊല്ലമായി. കാശ്മീരിൽ നിന്ന് വലിയ അപായകരമായ വാർത്തകളൊന്നും അതിന് ശേഷം കേൾക്കുന്നില്ല. അവർക്ക് പരാതിയില്ല. ഇവിടെയുള്ളവർക്ക് പരാതിയാ, മലപ്പുറത്തുള്ളവർക്ക് പരാതിയാ. ഇപ്പോൾ രണ്ടാമത് CAA വന്നു. CAA കൊടുത്തു തുടങ്ങി. CAA പ്രകാരം പൗരത്വം കൊടുത്തു തുടങ്ങി. ആ പൗരത്വം ബംഗാളിലും കൊടുത്തു, അല്ല അവിടെയും പരാതിയില്ല. ഈവൻ ബംഗാളിലും. ഇനിയിപ്പോൾ തമിഴ്നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അതെ, ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരു ബംഗാളിൽ കൊടുത്തിട്ട് ഇപ്പോൾ ഈ 48 മണിക്കൂറാവുന്നു. മമതാ ബാനർജി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. മിണ്ടാൻ സാധ്യതയില്ലല്ലോ. അത് ഇല്ലാത്ത ഭീഷണി ഉണ്ട് എന്ന് വരുത്തിയിട്ട് അവർ പ്രചാരണം നടത്തിയതല്ലേ. അപ്പോൾ പിന്നെ പിണറായി പറ്റിക്കാൻ ആദ്യത്തെ ചോദ്യം പിണറായി എന്ത് പറയുന്നു വെച്ചാൽ, പിണറായിക്ക് സാധാരണഗതിയിൽ ക്രിറ്റിക്കലായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട നേരത്ത് പറയാതിരിക്കുക അദ്ദേഹത്തിൻ്റെ മാർഗ്ഗം അതാണ്. പക്ഷേ കേരളത്തിലെ മുസ്ലിങ്ങളെ കഴിഞ്ഞ 5-8 വർഷക്കാലം തന്ത്രപരമായി നുണ പറഞ്ഞ് ഇതുപോലെ പറ്റിച്ച ഒരു പാർട്ടി വരെയില്ല. അങ്ങനെ പറ്റിക്കാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നുണ്ടോ സാർ? എന്ത് ഗുണമാണ് അവർക്ക് കിട്ടിയത്? പക്ഷെ ഭയങ്കര വൈകാരികമായി CAA വന്നാൽ ഞങ്ങളൊക്കെ പുറത്തു പോകേണ്ടി വരുമെന്ന് പറഞ്ഞ വിദ്യാസമ്പന്നയായ സുഹൃത്ത് പോലും എനിക്കുണ്ട്.
ഉണ്ടാവുമായിരിക്കും. അത് അവരെ മനസ്സിൽ ഈ വിഷം കയറ്റി വെച്ചതുകൊണ്ടാണ്. അതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതൊന്നും വോട്ടായി മാറുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഒരു സമൂഹത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് മനസ്സിലേക്ക് വിഷം ക്യാമ്പയിനുകളിൽ മീഡിയയിൽ പൊതുസമൂഹത്തെ പേടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല അതുകൊണ്ടുണ്ടായ ഒരേ ഒരു ദോഷം എന്ന് ഞാൻ വിചാരിക്കുന്നത്, മുസ്ലിങ്ങളുടെ വോട്ട് പോലും അതിൻ്റെ പേരിൽ കിട്ടാനൊന്നും പോകുന്നില്ല. മുസ്ലിങ്ങൾ കൃത്യമായി പഠിക്കും. ഇപ്പോഴും ഈ ഗവൺമെൻറ് കോൺഫിഡൻ്റ് അല്ലാത്ത എന്തുകൊണ്ടാണ്? 3-ാം ടേം അധികാരത്തിൽ വരുമെന്ന് ഉറപ്പില്ലാത്ത എന്തുകൊണ്ടാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് തികച്ച് കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത എന്തുകൊണ്ടാണ്? ജനങ്ങളുടെ മനസ്സൊന്നും മാറിയില്ല സാറേ. സംഭവിക്കാൻ പോകുന്ന ഒരേ ഒരു അപകടം, സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന അപകടം, സംഭവിക്കാൻ പാടില്ലായിരുന്ന ഒരേ ഒരു അപകടം എന്താ വെച്ചാൽ സാറ് പറഞ്ഞതാണ്, മനുഷ്യൻ്റെ മനസ്സിൽ ഈ ഭീതി വരുത്തിയിട്ടുണ്ട്, വിഷം കയറ്റിയിട്ടുണ്ട്. അത് വലിയ അപകടം തന്നെ. അതായത് സത്യത്തിൽ കേരളത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഏറ്റവും കൂടുതൽ സ്പർദ്ധ ഉണ്ടാക്കിയത് CPM ആണ്. CPM-ൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അല്ല, ഈ CAA പേരിൽ വലിയ വിഭാഗീയത CAA കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടാവാൻ പാടില്ലാത്തതാണെന്ന് മാത്രമല്ല, ഇവിടത്തൊക്കെ ചരിത്രം വേറെയാണ്. ഇപ്പോൾ കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ സ്വത്ത്, പണ്ഡിറ്റുകൾ പല കാരണങ്ങളാൽ നാടുവിട്ടുപോയ പണ്ഡിറ്റുകളുടെ സ്വത്തും അവർ പോയിട്ട് ചില പ്രദേശങ്ങളിൽ നിന്ന്, സാറ് പറഞ്ഞു പണ്ഡിറ്റുകൾ ഒഴിച്ചു പോയിട്ട് ഡൽഹിയിലൊക്കെ പോയി താമസിച്ചല്ലോ, അവർ തിരിച്ചു വരുന്നത് വരെ, നമ്മുടെ കാശ്മീരിൽ പോയി വന്ന സഞ്ചാരികളൊക്കെ പറയുന്ന, അവർ തിരിച്ചു വരുന്നത് വരെ ഒരു ദിവസം പോലും മുടങ്ങാതെ അവരുടെ ക്ഷേത്രത്തിൽ വിളക്കിൽ എണ്ണ ഒഴിച്ച് കത്തിച്ചു വെച്ചത് സഹോദര സമുദായങ്ങൾ തമ്മിൽ അകൽച്ചയില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. പച്ച മനുഷ്യനെ അറക്കവാള കൊണ്ട് അറുത്ത് മുറിച്ച അങ്ങനെയുള്ളവരുണ്ട് സാറേ. അത് എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിലും. അല്ല, കാശ്മീരിലെ തീവ്രവാദം ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഈ വലിയ തോതിൽ ഭീകരവാദികൾ അവിടുത്തെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഓടിപ്പോയത്. എത്ര ശതമാനം മനുഷ്യർക്ക് കാശ്മീരി ജനതയുടെ മനസ്സിൽ ഈ ഭീകരവാദികൾക്ക് സ്വാധീനമുണ്ട്, പങ്കുണ്ട്, വലിയ തോതിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് മാറ്റം. കാശ്മീർ നമുക്ക് വേറൊരു വിഷയം. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇവിടെയും അതുണ്ടായിട്ടുണ്ട്. എനിക്കറിയാം മലബാറിൽ എത്രയോ 921 കലാപകാലത്ത് ഇവിടെ നിന്ന് പ്രാണനും കൊണ്ട് മലബാറിൽ നിന്ന് ഹിന്ദുക്കൾ ഓടിപ്പോകുമ്പോൾ പലരും അടുത്ത വീട്ടിലെ മുസൽമാനെ ഏൽപ്പിച്ചിട്ടുണ്ട്. താക്കോല്, പൊന്ന്, അങ്ങനെ പലതും. എനിക്കറിയാം, ഇപ്പോഴും ഉണ്ട്. ഞാൻ പോയി വന്നാൽ കാണിച്ചു തരാം. അതായത് ഒസ്യത്ത് എഴുതി വെച്ച് മരിച്ചു പോയിട്ടുണ്ട് പലരും. ഇത് നമ്മുടെ അല്ല കേട്ടോ, ഈ സ്വത്ത് എന്നെ ഏൽപ്പിച്ചതാണ്, അമാനത്താണ്. അമാനത്ത് വെച്ചാൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. ഈ പോയ രാമുണ്ണി നായരുടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട XOR Y അവർ തിരിച്ചു വന്നാൽ കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞവരുണ്ട്. ഇത് ഈ പറഞ്ഞ നമ്മളൊരു ഏത് സാധനം എടുക്കുമ്പോഴും മനുഷ്യപ്പറ്റ് എന്ന് പറയുന്ന സാധനം എല്ലാ കലാപത്തിലും എല്ലാ ഭീകരവാദികളുടെ നാട്ടിലും ഉണ്ട്. ഒറ്റപ്പെട്ട ആളുകളുണ്ടാവും. ഏതാണ് ഒറ്റപ്പെട്ട ഉണ്ടാവും. കാശ്മീരിലൊന്നും സംഭവിച്ചങ്ങനെയല്ല. നമ്മുടെ മുന്നിൽ ചരിത്രമായിട്ടുണ്ട്. അവിടെ കിട്ടിയ അവസരത്തിൽ അന്യന്റെ വീടും സ്വത്തും എല്ലാം കവർന്നെടുക്കാൻ ആഗ്രഹിച്ച കിരാതന്മാരുടെ ഒരു കഥകളുടെ കൂട്ടം തന്നെ കാശ്മീരിലുണ്ട്. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷേ ഞാൻ അതിൽ അപ്പോഴും വിശ്വസിക്കുന്നത് അവരൊക്കെ ഇരകളും ഉപകരണങ്ങളുമായിരുന്നു എന്നാണ്. അവരുടെ ഒന്നും മനസ്സിൽ നിന്ന് വരുന്നതല്ല സത്യത്തിൽ. അല്ല, അതിന് പക്ഷേ എവിടെ നിന്ന് വന്നാലും അതിന് ഇരകളായത് 5 ലക്ഷത്തോളം പണ്ഡിറ്റുകളാണ്. അതെ, പണ്ഡിറ്റുകൾ എങ്ങനെ പോയി, എന്തിനു പോയി, അവർ പറഞ്ഞയച്ചതിൽ ആർക്കൊക്കെ, അതും ചർച്ച ചെയ്യേണ്ടതാണ് പലതരത്തിൽ. ഇപ്പോൾ അരുന്ധതി റോയൊക്കെ ഇരുന്ന് പറയുന്നത് വേറെ സ്റ്റോറിയാണ്. എന്തായാലും നമുക്കത് വേറെ ചർച്ച ചെയ്യാം. ഇപ്പോൾ പിണറായി വിജയൻ എന്ത് പറയും എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ തൽക്കാലം ഒന്നും പറയാൻ പോകുന്നില്ല. 2, പിണറായി വിജയനോട് ജനം ഇനി മറുപടിക്ക് കാത്തു നിൽക്കുകയില്ല. 2 കാര്യം ജനത്തിന് മനസ്സിലായി. മൂപ്പർക്ക് യാതൊരു റോള് ഇതിനകത്തില്ല. അദ്ദേഹത്തിന് CAA കേരളത്തിൽ നടപ്പാക്കാൻ എന്തെങ്കിലും ഇപ്പോൾ CAAയുടെ ഈ ഘട്ടത്തിൽ CAAയുടെ ഭാഗമായിട്ട് വേണ്ടുന്ന ഡീറ്റൻഷൻ സെൻ്ററുകൾ അദ്ദേഹം തുടങ്ങി. കൊട്ടിയത്തും തുടങ്ങിയിട്ടുണ്ട്, തൃശ്ശൂരും തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള കാശും കിട്ടിയിട്ടുണ്ടാവും. അതിനുള്ള കാശ് കിട്ടി തുടങ്ങിയിട്ടുമുണ്ട്. ആരെയെങ്കിലും പൗരത്വം ഇല്ലാത്തവരെ എത്തിയാൽ അടച്ചുപൂട്ടാനുള്ള തടങ്കൽ പാളയങ്ങൾ പിണറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലിപ്പോൾ ഏതെങ്കിലും കാരണവശാൽ അപേക്ഷകർ വന്ന് ഇവിടെ CAA പ്രകാരം പൗരത്വം കൊടുക്കാൻ തുടങ്ങിയാൽ അദ്ദേഹം അന്ന് എവിടെയെങ്കിലും ഒരു സുഖവാസത്തിന് പോയിക്കോളൂ, ഒരു വിദേശ യാത്രക്ക് പോയിക്കോളൂ. ഒന്നാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, ഇദ്ദേഹത്തിന് അവിടെ ജനം ചോദിക്കും, ഇതാണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ് പേടിപ്പിച്ച സാധനം എന്ന് ജനങ്ങൾ പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്യും. ഇത് രണ്ടുമാണ് സംഭവിക്കാൻ പോകുന്നത്. തൽക്കാലം ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം. തീർച്ചയായിട്ടും അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ സംസാരിക്കാം. ഓക്കെ സാർ.